എന്റെ ഒരു ആഗ്രഹം ഒരു DGP ആണെന്നാണ്. പക്ഷെ ഓരോ സമയത്ത് ഓരോരോ ചിന്ത. ചിലപ്പോ ഡാൻസ് ടീച്ചറാണ്, ചിലപ്പോ ഡോക്ടർ, ചിലപ്പോ നേഴ്സ് ആവണം, ചിലപ്പോ DGP ആവണം, എന്തെങ്കിലുമൊക്കെ തോന്നും. പിന്നെ ബ്യൂട്ടി പാർലർ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോ ബ്യൂട്ടി പാർലറാണെന്ന് തോന്നും. എന്തൊക്കെ ചിന്തകളല്ലേ ഓരോരോ ആൾക്കാർക്കൊക്കെ വരുന്നത്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു വളരെ സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഞങ്ങൾ ഇന്നൊരു പുതിയ ബൈക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. കാരണം ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഹോണ്ടയുടെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. രണ്ടും ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ പുതിയ ബൈക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. ബൈക്ക് സംഭവം എന്ന് വെച്ചാൽ 2.5 വർഷത്തെ റോയൽ എൻഫീൽഡ് ജീവിതത്തിന് ശേഷം 2.5 വർഷത്തെ ഹോണ്ട ലൈഫിന് ശേഷം വീണ്ടും റോയൽ എൻഫീൽഡിലേക്ക് വരികയാണ്. കാരണം എൻ്റെ കയ്യിൽ റോയൽ എൻഫീൽഡ് ആയിരുന്നു 22 വർഷം. പഴയ വണ്ടി കേട്ടോ, പഴയ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബുള്ളറ്റ് അതേപോലത്തെ. അത് മാറ്റിയിട്ട് വീണ്ടും റോയൽ എൻഫീൽഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏത് വണ്ടിയാന്നുള്ള ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ എന്തായാലും അതൊരു വ്ളോഗ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ പോയി അൺവീൽ ചെയ്യാം അല്ലേ? ഇപ്പോൾ അതെ മുത്തുമണി, അച്ഛൻ്റെ കുട്ടിയോടെ കുട്ടി എന്താ ഒന്നും പറയത്ത്? പറയൂ, വ്ളോഗിൽ പറയൂ ഗൈസ്, ഇതൊക്കെ വിശേഷമൊക്കെ പറഞ്ഞു കൊടുക്കൂ. അപ്പൊ ഇന്ന് ഞങ്ങള് ബൈക്കിൽ ബൈക്കിന്റെ പേര് പറയണ്ട. അപ്പൊ സർപ്രൈസിന്റെ കൂടെ ഞാൻ ചെറുതായിട്ട് മുടി ഒന്ന് ഷോർട്ടാക്കി. മുടി ഒന്ന് അങ്ങനെ ഷോർട്ടാക്കിട്ട് ഇത്ര ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇത്ര ഉണ്ടായിരുന്നു, ഇത്രയൊക്കെയുണ്ടോ? ഇവിടെയാണ് മഞ്ചേരിയല്ലേ? ആ, മഞ്ചേരി റോയൽ എൻഫീൽഡിലാണ്. പറയൂ മുത്തുമണി, പറയൂ. ആ, റോയൽ എൻഫീൽഡിന്റെ ഏത് വണ്ടിയാന്നുള്ള നമ്മള് അതൊക്കെ ഒരു വിധം ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ തന്നെ മനസ്സിലാവും. എല്ലാരും ബൈക്ക് ഏതാണ് കാണാൻ വേണ്ടിട്ട് മാത്രം വീഡിയോ വെക്കുന്നത്, ഫാസ്റ്റ് അടിക്കുന്ന വണ്ടി ഏതാ നോക്കും, തിരിച്ചു ചെയ്യാറുണ്ട്. പിന്നെ അവര് വണ്ടി ഇറക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ വേണം. സർപ്രൈസ് ഒക്കെ ആണെങ്കിൽ അവരുടെ റിയാക്ഷൻ വേണം. അത്രേ ഞാൻ വണ്ടി ഏതാ നോക്കും. യെസ്, അപ്പൊ മഞ്ചേരി റോയൽ എൻഫീൽഡിലേക്ക് പോവാണ്. ബാക്കിയൊക്കെ അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വണ്ടി ഏതാ, റോയൽ ഫീൽഡിന് മാത്രമാണ്. പക്ഷെ വണ്ടിന്റെ പേരെന്താന്ന് അറിയാം. അച്ചമ്മയ്ക്ക് അറിയോ? വണ്ടിന്റെ പേരെന്താണെന്ന്? അച്ചമ്മയ്ക്ക് അറിയണ്ടാവും. യെസ്, ആയിക്കോട്ടെ. അപ്പൊ എന്നാ പറഞ്ഞു, എന്നാ ശരി. അപ്പൊ എന്നാ ബാക്കി റോയൽ ഫീൽഡ് എത്തി. എത്രയായി ബാക്കി അവിടെ ബൈ.
ഒന്ന് കേറുന്നാലേ ഇടയ്ക്ക് ഓഫ് കാണും ആക്സിലേറ്റർ മറ്റേത് ഈ ചെറിയൊരു ടോർക്ക് കയ്യിൽ വെക്കും ഞാൻ ഇഷ്ടത്തിന് താല്പര്യം ചെക്കിൻ്റെ അടുത്ത് വിവരമുള്ളത് ഡെലിവറി ഒക്കെ വന്ന് ഇതായിരുന്നു. ഇനി വണ്ടിയിൽ പേര് പറയാം അല്ലേ? ഇനി വണ്ടിയുടെ പേര് പറയാ, കുട്ടി പറഞ്ഞോളൂ. ഓക്കെ, വണ്ടി റോയൽ എൻഫീൽഡ് വാങ്ങിച്ചു. റോയൽ എൻഫീൽഡ് ആണ്. അപ്പോ റോയൽ എൻഫീൽഡിന്റെ ഏതാ വണ്ടി? അത് ഹിമാലയൻ 450. ഹിമാലയൻ 450. അപ്പൊ ഞങ്ങള് എനിക്ക് ഡാൻസ് പോകണം. ഡാൻസിന് ഇപ്പൊ തന്നെ പോകണം. ഏട്ടന് വെച്ചൊരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം. ഞാൻ എന്തിനാ നോക്കണേ? എനിക്ക് ഡാൻസ് ബോട്ടിക്ക് നല്ലോണം. എൻ്റെ ഒരു ആഗ്രഹം ഒരു DGP ആണെന്നാ. പക്ഷെ ഓരോ സമയത്ത് ഓരോരോ ചിന്ത. ചിലപ്പോ ഡാൻസ് ടീച്ചറാണ്, ചിലപ്പോ ഡോക്ടർ, ചിലപ്പോ നേഴ്സ് ആവണം, ചിലപ്പോ DGP ആവണം. എന്തെങ്കിലുമൊക്കെ തോന്നും. പിന്നെടാ ബ്യൂട്ടി പാർലർ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ബ്യൂട്ടി പാർലറാണെന്ന് തോന്നും. എന്തൊക്കെ ചിന്തകളല്ലേ ഓരോരോ ആൾക്കാർക്കൊക്കെ വരുന്നത്. പക്ഷെ എപ്പോഴും തീരുമാനിച്ചത് ഏതാണ്? അമ്മ ഏതായിരുന്നു ഞാൻ എപ്പോ പോകാൻ തീരുമാനിച്ചത്? അല്ല DGP. ഞാൻ ശരിക്കും ആവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് DGP ആണ്. അമ്മേന്റെ അതേ സ്വഭാവമാണ്. അമ്മമ്മ മക്കളുമ്പോ പോയപ്പോ പറഞ്ഞാണ് അമ്മ പണ്ട് DGP ആവണം പറഞ്ഞിട്ട് DGP ആവണം പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ ടീച്ചർ CBI ആവണം പറഞ്ഞിട്ട് നസ്രത്തിന്റെ ടീച്ചർ. ശരിക്കും അപ്പൊ അങ്ങനെ നമ്മൾ മുത്തുമണി പറഞ്ഞ മാതിരി നമ്മളെ ഡെലിവറി കഴിഞ്ഞു. സംഭവം അടിപൊളിയായിരുന്നു. സീരിയസ്ലി നമ്മളിപ്പോ ഇത് കുട്ടപ്പ സീരിയസ്ലി നമ്മൾ ഇതിനു മുന്നേ എടുത്തിട്ടുള്ള വണ്ടീന്റെ ഡെലിവറികളെക്കാളും ഹോണ്ട വളരെ പൊട്ടായിരുന്നു. സീരിയസ് ആയിട്ട് പറയാ. ഇതിന് മുന്നേ ഡെലിവറി ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ഒരു സോപ്പും പൊട്ടി ഇതിലേറെ കൂടുതൽ അത് പിന്നെ എന്താ പറയാ അതില ഒരു സോപ്പും പെട്ടി വാങ്ങുമ്പോൾ ഇതിലേറെ കൂടുതൽ അവർ കെയർ ചെയ്യും. അത്രയും മോശമാക്കിയിട്ടായിരുന്നു മഞ്ചേരിയിൽ നിന്ന് AM മോട്ടോഴ്സ് എന്നുള്ള ഹോണ്ടയുടെ ഡെലിവറി. അത് കഴിഞ്ഞിട്ട് വളരെ മോശമായിരുന്നു. അതിന് ശേഷം നമ്മൾ വാങ്ങിയ വണ്ടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റോയൽ എൻഫീൽഡ്. അതിനിടയ്ക്ക് കിയ വാങ്ങിച്ചിരുന്നു കാറ്. പക്ഷെ കിയയുടെ ഡെലിവറിനേക്കാളും സൂപ്പറായി അല്ലേ കുട്ടപ്പ? പക്ഷെ ഒന്നും കൂടി ഒരു ഇന്ററാക്ട് അല്ലേ, നല്ലൊരു ഒരു ആത്മാർത്ഥ, ഭയങ്കര ഫ്രണ്ട്ലി. അപ്പോൾ ഡെലിവറിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒക്കെ കണ്ടല്ലോ, സംഭവം സൂപ്പറായി. ഇനി ഞാൻ നേരെ വീട്ടിൽ പോകുന്നു. ഇവരെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം നടന്നു പോയി ഞാൻ എൻ്റെ സ്വന്തം ഹിമാലയനിൽ വരും അല്ലേ കുട്ടപ്പ? ഞാനും ഇനിയിപ്പോൾ എന്താ അറിയാം, ഞങ്ങൾക്ക് ഒരു ഹെൽമെറ്റ് ഒന്ന് മാറ്റണം. അതൊരു കോംപ്ലിമെൻ്ററി ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അത് സാധാ ചെറിയ ഹെൽമെറ്റ് ആയിരുന്നു. അപ്പോൾ ഇനി ഇപ്പം എൻ്റെ അടുത്തുള്ളത് ആക്സറിൻ്റെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റാണ്. അതിട്ടിട്ട് ഇപ്പോൾ ഡെയിലി ഓഫീസിലേക്കൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല ആ ഹെൽമെറ്റ് ഇട്ടിരിക്കുന്ന സമയത്ത് മുത്തുമണി ഫ്രണ്ടിലിരുന്ന് അതിൻ്റെ തല തട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് നോക്കാൻ പോകണം അല്ലേ കുട്ടപ്പ? ഇതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഞാൻ അത് നോക്കുന്നത് ചിലപ്പോൾ അടുത്ത വീഡിയോയിലിടാം ഹെൽമെറ്റ് ഷോപ്പിംഗ് അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ പരിപാടി. അപ്പോൾ ഇനി ഒരു സംഭവമുണ്ട്. ഞാൻ ഈ ഒരു ചാനലിൽ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. വ്ളോഗൊന്നും കൂടി സീരിയസ് ആക്കാൻ പോവാണ്. ഗോപ്രോ മച്ചാനെ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വീണ്ടും വരാൻ പോവാണ്. വിധു ഫസ്റ്റ് റൈഡ് പോകണ്ടിട്ടാ ഞാൻ ഗോവയ്ക്കാ. വിധുവിന്റെ ഫുൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. ഭയങ്കര നല്ല കാര്യം അറിയാം. പോയിട്ട് വരൂ കുട്ടേട്ടാന്ന്. വേഗം വരും. ഞാൻ വിടണ്ടേ, ഇവിടെ വിടാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. ടേക്ക് കെയർ. വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.